ദുബായിൽ വന്നിട്ട് എൻ്റെ ഒരു വർക്കിംഗ് ഡേ കണ്ടാലോ. അപ്പോൾ രാവിലെ 6 മണിയാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ തന്നെ എനർജറ്റിക് ആവാൻ വേണ്ടി നടക്കാൻ പോകും. അപ്പോൾ മംഗൂൾ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലോട്ടാട്ടോ നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തൊരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 കിലോമീറ്റർ അങ്ങോട്ട് 2 കിലോമീറ്റർ ഇങ്ങോട്ട് ഒരു 4 കിലോമീറ്റർ രാവിലെ തന്നെ നമ്മൾ വാക്ക് ചെയ്യുന്നത്. ഫ്രഷ് സ്റ്റാർട്ടിന് വേറെ എന്ത് വേണമല്ലേ. പിന്നെ ഇപ്പോൾ ദുബായിൽ നല്ല തണുപ്പായ കാരണം നമുക്ക് സ്വെറ്ററൊക്കെ ഇട്ടിട്ടേ നടക്കാൻ പോകാൻ പറ്റുള്ളൂ കേട്ടോ. 15 ഡിഗ്രി ഒക്കെയാണെന്ന് തോന്നുന്നത് രാവിലത്തെ തണുപ്പ്. നല്ല തണുപ്പുണ്ട്. പ്ലസ് നല്ല തണുത്ത കാറ്റാകുമ്പോൾ ഡബിൾ തണുപ്പാണ്. എന്താണ് അത്ര കലിപ്പ്? അപ്പോൾ ഒരു 7:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. കാരണം ഇവിടുത്തെ 7:30 എന്ന് പറയുന്നത് നാട്ടിൽ 9 മണിയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. സോ 7:30 തന്നെ വർക്കിന് കയറും. പക്ഷേ 4:30 ഇറങ്ങാം കേട്ടോ. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മുടിയിൽ എന്തെങ്കിലുമൊക്കെ പണിയെന്ന് വെച്ചിട്ട് എൻ്റെ മുടി ചേച്ചി കേൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് ഈവനിങ് അല്ലേ എവിടേക്കെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചു. അൽസീഫ് വരെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് അൽസീഫിക്ക് പോണതാട്ടോ. കാരണം നമുക്കൂട്ടി സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്വെറ്റർ ഇട്ടില്ല കേട്ടോ. എനിക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. നമ്മൾ നടന്ന് അൽസീഫ് എത്തിയിട്ടുണ്ട്. ഓൾഡ് ദുബായ് ആണ് നമ്മുടെ അൽസീഫ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും എല്ലാം ആ പഴയ ബിൽഡിങ്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട്. നല്ല ഈസ്തറ്റിക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. നല്ല കാറ്റൊക്കെയാണ്. ഞാൻ അകലെന്ന് കണ്ടപ്പോൾ ഇത് മനുഷ്യക്കുട്ടികളാണെന്ന് വിചാരിച്ചു. അടുത്ത് വന്നപ്പോൾ മനസ്സിലായത് അത് ബൊമ്മകളാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകുമ്പോൾ. പിന്നെ ഒരുപാട് നല്ല ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, കാർപ്പറ്റ്സിൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. ആൻഡ് നമ്മൾ അവിടെ നിന്ന് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടുത്തെ ലൈറ്റ്സൊക്കെ നോക്കി നടന്ന് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് നടന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചു തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു കേമൽ സ്റ്റീക്ക് കഴിച്ചു. അത് ഞാൻ എന്തായാലും ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഷോർട്സ് കണ്ടോളൂ. എൻ്റെ കേമൽ സ്റ്റീക്കും അതുപോലെ കേമൽ ബർഗറും ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. ടാറ്റാ ബൈ സി യു. ഡു ഫോളോ ഫോർ മോർ. ഇനി എൻ്റെ ദുബായ് വിശേഷങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട.